അല്ല, ഈ പറയുന്ന അഖിൽ അത് കണ്ടോ? വർമ്മ സാർ കണ്ടോ? പറയൂ. അതില്ല, പക്ഷെ ശ്യാമ എന്നോട് സത്യം പറഞ്ഞു. അതെ, മോള് നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം പറഞ്ഞു. എല്ലാരും കേട്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞതൊന്നും ആരും കണ്ടിട്ടില്ല. ശ്യാമ പറയുന്നു, ശ്യാമ പറഞ്ഞറിഞ്ഞു, അത്ര തന്നെ. അഖിലും വർമ്മസാറും ഇവള് പറഞ്ഞത് വിശ്വസിച്ചു. ദാ ഇപ്പൊ ഇവിടെ എല്ലാരോടും പറയുക. സപ്പോർട്ട് പറയാൻ ശ്യാമ അച്ഛനെ അമ്മയും കൊണ്ടുവന്ന് ഇവിടെ നടത്തിയ നാടകമായത്. വസുന്ധരയ്ക്ക് ഇപ്പം മനസ്സിലായല്ലോ. കുടുംബക്കാരുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളുടെ ഇളയ മരുമകള് ഇവള് ശ്യാമ പേരും കള്ളിയാ. ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പാരമ്പര്യം. പതിനഞ്ച് പവൻ പട്ടാപ്പകൽ കവർന്ന അമ്മയുടെ മകളാ ഇവള്. അപ്പൊ ഇങ്ങനെ ഇരിക്കൂ. മുള്ളിന്റെ മൂട്ടില് മുള്ളേ കിളിർക്കൂ. ഓരോന്ന് കാട്ടിക്കൂട്ടിട്ടെ ഇങ്ങനെയൊന്ന് പച്ച കള്ളം പറയരുത്. നട്ടാക്കുറിക്കാത്ത നുണകൾ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഒരുപാട് ദ്രോഹിച്ചില്ലേ നിങ്ങള്? ഇനി എന്നെ കള്ളി കൂടിയാക്ക. മതി, എല്ലാവരും സംസാരിച്ചത് മതി. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. വസു, ഇതെല്ലാം സത്യമാണ്. മോൾ എന്നോട് പറഞ്ഞു. മോള് പറയുന്നത് മാത്രം വിശ്വസിക്കരുത് വർമ്മ സാറേ. ഈ പറഞ്ഞതിനെല്ലാം ഒരു എവിഡൻസ് അത് മോളോട് ചോദിക്കേ. എനിക്കെല്ലാം ബോധ്യമുള്ളതാണ്. കേട്ടിടത്തോളം തൃപ്തിയായി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഈ കുടുംബത്തെ നാണം കെടുത്തിയപ്പോ നിന്റെ ഭാര്യയ്ക്ക് തൃപ്തിയായല്ലോ. വസു, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ആനന്ദേട്ടാ വേണ്ട. ഈ ഫംഗ്ഷനും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. എല്ലാം മതി. ഇളയ മരുമകള് ഈ കുടുംബത്തിന് ഒരു പേര് കൂടി ചാർത്തി തന്നല്ലോ. നന്നായി. ഈ ഫംഗ്ഷൻ കൊണ്ട് അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി. ഇല്ല ശ്യാമ, ഉള്ളില് വെറുപ്പിരിക്കുന്നിടത്തോളം കാലം ഇവര് നിന്നെ അംഗീകരിക്കില്ല. ഒരിക്കലും അംഗീകരിക്കില്ല. മോളെ,
ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നീ പറഞ്ഞതാണ് ശരി. അതെ ശ്യാമേ, നീ വിഷമിക്കാതെ. നിങ്ങൾക്ക് മനസ്സിലാവും, അത് നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുള്ളതുകൊണ്ടാ. മനസ്സ് കല്ലാക്കി വെച്ചിരിക്കുന്നവർക്ക് ഒന്നും ബോധ്യാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. ഇവളെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. ചമവ, നമുക്ക് പോ. ഇല്ല ചാ, ഇത്രയായിട്ടും എന്റെ ശ്യാമയെ അംഗീകരിക്കാത്തവരില്ലേ? ഇവള് ഗായികയാണെന്ന് പരസ്യമായി അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. അതിനി അധികം നാളുണ്ടാവില്ല. ഞാനാ പറയുന്നത്, നോക്കിക്കോ. വിസ്മയ, വിസ്മയ മോളെ, ഈശ്വര, വിസ്മയ ഇതെവിടെ പോയി? വിസ്മയ, വിസ്മയ, വിസ്മയ ഫോൺ ഇവിടെ വെച്ചിട്ട് എവിടെ പോയി? ഈശ്വര, വിസ്മയ, എനിക്കിവിടെ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ വല്ലാതെ കൺഫ്യൂഷൻ തോന്നുക. വിസ്മയ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുക, ശ്യാമ പാടുക. ഒന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആരാ ശരി, ആരാ തെറ്റ്, കറക്റ്റ് അറിയാനേ പറ്റുന്നില്ല. ഒന്നും ആലോചിക്കാനില്ലമ്മേ. അരുന്ധതി പറഞ്ഞതാണ് കറക്റ്റ്. ആ ശ്യാമ പറഞ്ഞതെല്ലാം പച്ചക്കള്ളോ. ശ്യാമ ആക്കിയ അച്ഛനെയും ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എന്തായാലും ഞാൻ അരുന്ധതിയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. ചില ഡൗട്ട്സ് തീർക്കാനുണ്ട്. അയ്യോ വേണ്ടമ്മേ, ഞാൻ സംസാരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ അത് മതി. അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക, പോയി റെസ്റ്റ് എടുക്കുക. ഞാനാ ഐശ്വര്യ. ആ, കേൾക്കുന്നുണ്ട്. വീട്ടിലെത്തിയോ? ഇല്ല, വിസ്മയക്ക് ഒരു ചെറിയ പ്രോബ്ലം നിങ്ങളുടെ വീടിന്റെ പുറത്തുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ശരി. അമ്മ അവർ പോയിട്ടില്ല, പുറത്തു തന്നെയുണ്ട്. ഞാൻ സംസാരിച്ചിട്ട് വരാം. ഇവിടെ ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാലോ. വേണ്ട, അമ്മ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് വരാം. എന്റെ മോളെ, നീ എവിടെ പോയതാ?
നീ ഇതെന്ത് പണിയാ കാണിച്ച മോളെ? ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവിടെ കാറിൽ തന്നെ ഇരിക്കണോന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. എന്നിട്ട് നീ എവിടേക്കെങ്കിലും ഓടിപ്പോവാ? ഞാനിനി എന്തിനാ മമ്മി ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നിനക്കൊരു പ്രശ്നവുമില്ല. എല്ലാം ശ്യാമയുടെ തലയിൽ വെച്ചിട്ടുണ്ട്. അവിടെ അതെല്ലാവരും വിശ്വസിച്ചു. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു അമ്മയുടെ. മോള് വണ്ടിയിലോട്ട് കയറ്. മോള് കയറ് കയറ്. ആ ശ്യാമ പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചല്ലോ ഐശ്വര്യ. ശ്യാമ പെർഫോം ചെയ്ത് ഒടുവിൽ അമ്മ അവളെ ഇവിടെ കുടിയിരുത്തുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും അരുന്ധതി സത്യങ്ങൾ പറഞ്ഞല്ലോ, അതാ രക്ഷയായത്. അമ്മയ്ക്കേ ഇപ്പോഴും സംശയങ്ങൾ തീർന്നിട്ടില്ല. ചില ഡൗട്ട്സ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. എന്ത് ഡൗട്ട്സ്? ഞാൻ പറഞ്ഞത് സത്യങ്ങളാ. അവള് ആ ശ്യാമ ഞങ്ങളെ ചതിക്കാൻ നോക്കിയതാ. ശ്യാമ കുറച്ച് പാടും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ പാടുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രൊഫഷണലി പാടുക എന്ന് പറഞ്ഞാ അതൊരു സംഭവം. ശ്യാമയ്ക്ക് അത് പറ്റില്ല. ഐശ്വര്യ, വസുന്ധരയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഐശ്വര്യ എനിക്ക് വിശ്വാസോ. എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ഇവർ പറഞ്ഞത് ശരിയാ. ശ്യാമ കുറച്ച് പാടും. പക്ഷെ ശ്യാമയുടെ ശബ്ദം, അതിന്റെ സ്വീറ്റ്നെസ്, അത് സമ്മതിച്ചേ പറ്റൂ. സർ, തിരിച്ചു വന്നപ്പോൾ മുതൽ ഇതേ ഇരിപ്പാണല്ലോ. എന്താ ഇത്രമാത്രം ആലോചിക്കാൻ? ഒന്നുമില്ലെന്നേ. സാർ ഇത് കുടിച്ചേ. ദാ, നല്ല മുളകും ഇഞ്ചിയും ഒക്കെ ചതച്ചുണ്ടാക്കിയ സംഭാരം. കുടിച്ചോ? കുടിക്കേ സാർ. ഞാനിവിടെ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വരുമെന്ന് വിചാരിച്ച വീട്ടിലേക്ക് പോയത്. പക്ഷേ അവരമ്മയോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതില് ഞാൻ തകർന്നുപോയി. അരുന്ധതിയും മോളും അവര് പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇതും ഇതിനപ്പുറം ചെയ്യും. അത് സ്വാഭാവികം. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും എന്റെ അമ്മ ഇങ്ങനെ ശ്യാമയോടുള്ള ദേഷ്യം തീരാതെ. എന്തായാലും അവിടെ അമ്മയും അമൃതയെടുത്തേയും എല്ലാരും എന്റെ പാട്ട് കേട്ടല്ലോ.
ഞാൻ പാട്ടുകാരിയാണെന്ന് അറിഞ്ഞല്ലോ, അത് മതി. അതാ എന്റെ സന്തോഷം. അമ്മ വിസ്മയുടെ പാട്ടിന്റെ ഫാനാണെന്ന് അച്ഛൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ ശബ്ദമല്ലേ. ഈ ദേഷ്യമൊക്കെ മാറുമ്പോൾ ക്രമേണ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. പിന്നെ വിസ്മയും അരുന്ധതി മാഡവും അവിടെ ശരിക്കും പെട്ടുപോയി. എങ്ങനെയെങ്കിലും തലയൂരി ഒന്ന് രക്ഷപ്പെട്ടു പോയതാ. പക്ഷെ ഇതെന്തായാലും അവർക്കൊരു പാഠമായിരിക്കും. ഇനി എന്തായാലും അവരെന്നെ ശല്യം ചെയ്യാൻ വരില്ല. അവരങ്ങനെ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അരുന്ധതി ഇപ്പൊ നോവിച്ചു വിട്ട മൂർഖം പാമ്പിനെ പോലെയാ. അവസരം വന്ന വിഷം ചീറ്റും. അതുകൊണ്ട് താൻ ഇനിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഇന്ന് ശ്യാമ ഇവിടെ പെർഫോം ചെയ്തേ. അമ്മയും എല്ലാരും കയ്യിലെടുക്കാൻ നോക്കിയതാ. ഒടുവിലെ ചീറ്റിപ്പോയി. ആ വിസ്മയ്ക്ക് പകരം പാടിയതെല്ലാം അവളാത്രേ. വിസ്മയ വെറും ഡമ്മീന്ന്. അല്ല, ശ്യാമയുടെ ഒരു മിടുക്ക് നോക്കണേ. ആഖിയെയും എന്തിന് നമ്മുടെ അച്ഛനെ പോലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ? ശ്യാമ കുറച്ചൊക്കെ പാടും. അരുന്ധതി പറഞ്ഞതുപോലെ നാട്ടിലേക്ക് എത്രയ്ക്ക് പാട്ടുകാരുണ്ട്. എന്ന് വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പെരും കള്ളം പറയാമോ? നിനക്ക് അസൂയ. ശ്യാമയുടെ തീർത്താ തീരാത്ത പകയാ. അതാ അരുന്ധതിയുടെ ആ പച്ചക്കള്ളം നീ വിശ്വസിച്ച പോലെ പറയുന്നത്. അസൂയോ? എനിക്കോ? അതും ആ ശ്യാമയോടോ? അവൾ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? സൗന്ദര്യത്തിന്റെ കാര്യത്തിലേ എന്റെ ഏഴയലത്ത് വരൂ അവള്. സൗന്ദര്യം സൗന്ദര്യം പുഴുങ്ങി കഴിച്ചാൽ മതിയല്ലോ. എടി, മനസ്സ് നന്നായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയണം. നിനക്കില്ലാത്ത ആ ക്വാളിറ്റി എല്ലാം എന്തായാലും ശ്യാമയ്ക്കുണ്ട്. ഓ, ഞാനപ്പോ മോശക്കാരിയല്ലേ? ഞാൻ മാത്രം മിസ് കേരളയാണ്. എന്നെ ജയിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ശ്യാമയ്ക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത കഴിവാ. അതാരൊക്കെ എതിർത്താലും ഒരു കാലത്ത് ശ്യാമ ലോകം അറിയപ്പെടുന്ന പാട്ടുകാരിയാവുമെന്ന് എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. അപ്പൊ അരുണ് സ്വന്തം ഭാര്യ വിലയില്ല അല്ലേ? കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. സന്ദർഭമുണ്ടാക്കി എന്നെ കൊച്ചാക്കാൻ ശ്രമിക്കുക അരുൺ. അല്ലെങ്കിൽ തന്നെ അരുൺ ഇപ്പൊ ഈ ലോകത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. ഫംഗ്ഷന് തന്നെ പലപ്പോഴും അരുണിനെ കണ്ടില്ല. എവിടെയായിരുന്നു? ഒന്നുകിൽ ഫോണില്, അല്ലെങ്കിൽ എന്തോ ചിന്തയില്. ഈ മാറ്റം ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. വിവാഹം കഴിച്ചു എന്ന് കരുതി ഞാനിവിടെ ആരുടെ അടിമയൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഭാര്യയല്ല, ഞാനാ.
പതിവില്ലാത്തത് കണ്ടാ ഞാൻ ഇടപെടും. ഭാര്യ എന്ന അധികാരത്തിൽ തന്നെ. ഹാ, എന്നാലേ ഇനി ആ അധികാരവുമായിട്ട് നീ എന്റെ അടുത്ത് വന്നാ നീ വിവരം അറിയും. എന്നാ പിന്നെ വൈകിക്കണ്ട. എന്താ ചെയ്യാനുള്ളത്? കാണട്ടെ, കാണട്ടെ. ഐശ്വര്യ വെറുതെ ഇരിക്കാൻ ഞാൻ പറയുന്നത്. കൊല്ലണ്ടേ, കൊല്ലാൻ, കൊല്ലാൻ, കൊല്ലണ്ടേ. വിടാൻ, വിടൂ, വിടൂ. മാറിക്കങ്ങോട്ട്.